1920കളിലെ ഒരു റംസാൻ മാസം. കുറ്റ്യാടിക്കടവിലെ ഓലുമറച്ചു കെട്ടിയ ഒരു ചായക്കടയ്ക്ക് മാപ്പിളമാരായ ഏതാനും പേർ തീവച്ചു. ഒരു ഹിന്ദുവിന്റേതായിരുന്നു ആ ചായക്കട. വിവരമറിഞ്ഞെത്തിയ അബ്ദുള്ളക്കുട്ടി മൗലവി ഒരു കൊടുങ്കാറ്റ് പോലെ മാപ്പിളമാരെ ശകാരിക്കുകയും കൈകാര്യം ചെയ്യാൻ ഒരുമ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ കത്തിച്ചവർ തന്നെ മുമ്പുള്ളതിനേക്കാൾ നല്ല ഒരു ചായക്കട പണിതു കൊടുക്കുന്നു. നമ്മുടെ മതനിരപേക്ഷ ചരിത്രം വളർന്നത് ഇങ്ങനെയാണ്. മരവ്യവസായത്തിനായി കുറ്റ്യാടിയിലെത്തിയ കോഴിക്കോട്ടുകാരായ വർത്തക പ്രമുഖർ, ഒറ്റയിൽ അബ്ദുള്ളക്കോയ ഹാജി, നാലകത്ത് ആലിക്കോയ തുടങ്ങിയവരാണ് ഹാജി എം അബ്ദുള്ളക്കുട്ടി മൗലവിയെ ഈ നാടിന് സമ്മാനിച്ചത്. ഐക്യസംഘത്തിന്റെ പ്രവർത്തകരായ ഈ മഹാരഥന്മാർ ഇന്നാട്ടിന്റെ സർവോന്മുഖമായ മാറ്റത്തിനുവേണ്ടി നാട്ടിലെ പ്രമുഖരുടെ സഹായ സഹകരണങ്ങളോടുകൂടി സലാഹുൽ ഇസ്ലാം സംഘം സ്ഥാപിച്ചു. നിരക്ഷരതയും അന്ധവിശ്വാസവും മാമൂലുകളും മുച്ചൂടും ഗ്രസിച്ച ഒരു സമൂഹമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. ഖബർ പൂജയും ജപമന്ത്രങ്ങളും അത്യാചാരങ്ങളും കൊണ്ട് മതപുരോഹിതന്മാർ ഈ സമൂഹത്തെ നിരന്തരം ചൂഷണം ചെയ്യുകയാണ്. ഈ ഭീകരമായ അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചത് വിദ്യാഭ്യാസത്തിന്റെ അഭാവമായിരുന്നു. സലാഹുൽ ഇസ്ലാം സംഘത്തിന്റെ പ്രവർത്തകർ ഇത് തിരിച്ചറിഞ്ഞു. തങ്ങളുടെ സ്വത്തും ആരോഗ്യവും ഈ നാടിന്റെ പുരോഗതിക്കായി അവർ സമർപ്പിക്കാൻ തീരുമാനിച്ചു. ആ ഉറച്ച തീരുമാനത്തിന്റെ തിരുപ്പിറവിയായിരുന്നു അൽ മദ്രസത്തുൽ ഇസ്ലാമിയ അഥവാ MIUP സ്കൂൾ. അബ്ദുള്ളക്കുട്ടി മൗലവി സാഹിബ് ഇവിടെ കൊണ്ടുവന്ന് മൗലവി സാഹിബിന്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൽ മദ്രസത്തുൽ ഇസ്ലാമിയ സലാഹുൽ ഇസ്ലാം സംഘമാണ് ഇതിൻ്റെ കൈകാര്യകർത്താക്കൾ എന്നുള്ളത് ആദ്യം ഞാൻ അറിയുന്നത്. മോശമൊക്കെ പറയുന്നത് അന്ന് അതിൻ്റെ റെസീറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് അന്ന് ഓട് പൊളിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു എല്ലാം മഴ നനഞ്ഞു പോയതാണ്. ആ റെസീറ്റ് ശരിയായ ഒരു പിന്നെ കൗണ്ടർ ഫയൽ പോലെ നല്ല ഭംഗിയുള്ളൊരു റെസീറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറേ ദിവസം ഞാൻ എടുത്തു വെച്ച് പിന്നെ എന്നോട് കയ്യിൽ നഷ്ടം വന്നത്. അത് ചെക്ക് ബുക്ക് പോലെ ഉണ്ടായിരുന്നു. അതിൽ സലാഹുൽ ഇസ്ലാം സംഘം എന്നാണ് ഉള്ളത്. അതിൻ്റെ ഒരു പിരിവിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു. കുറ്റ്യാടി അൽ മദ്രസത്തുൽ ഇസ്ലാമിയ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ 1927 കേരളത്തിലെ പല ഭാഗങ്ങളിലും മർഹൂം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യഗണങ്ങളിൽ പ്രഗത്ഭരായ പലരുടെയും പരിശ്രമ ഫലമായി വിവിധ സ്ഥലങ്ങളിൽ ദീനീ വിദ്യാഭ്യാസം ചിട്ടയോടെ ക്രമപ്പെടുത്തി പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ സഹോദര സഹോദരിമാരെ ദീനീ വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ അവർ ലീഡേഴ്സ് എന്നതിനോടൊപ്പം തന്നെ സ്കോളേഴ്സ് കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് കുറ്റ്യാടിയെ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ അബ്ദുള്ളക്കുട്ടി മൗലവിയുടെ ഒക്കെ ഒരു കാര്യത്തെ നമുക്ക് ഈ രീതിയിലുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിശകലനം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അബ്ദുള്ളക്കുട്ടി മൗലവി എന്ന് പറയുന്നത് വെറും ഒരു മദ്രസ അധ്യാപകൻ അല്ലെങ്കിൽ ഒരു മതം പഠിപ്പിക്കുന്ന ആൾ എന്നത് മാത്രമല്ല, അദ്ദേഹം ഒരു റിഫോമിസ്റ്റും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സ്കോളർ ആസ് വെൽ ആസ് എ ലീഡർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേസ്മെന്റ്.
വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ നാടിന്റെ മനോഹാരിതയെ നന്നായി വർണ്ണിക്കുന്നു. കളക്ടറും ചരിത്രകാരനുമായ ലോഗന്റെ അന്നത്തെ വരവ് അധികമാരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ലോഗനെപ്പോലെ ആരും അറിയാതെയായിരുന്നില്ല മറ്റൊരു മലബാർ കളക്ടറായ HR പെയ്റ്റിന്റെ വരവ്. അന്ന് കുറ്റ്യാടി അക്ഷരാർത്ഥത്തിൽ ആവേശത്തിമിർപ്പിലായിരുന്നു. അക്ഷരജാലകത്തിലൂടെ ഒരു സമൂഹം വെളിച്ചം നുകരാൻ പോകുന്നതിന്റെ ആഘോഷം. കുറ്റ്യാടിപ്പുഴയിലൂടെ ഒഴുകിപ്പോയ മരത്തടികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. 100 കണക്കിന് ആനകളും 1000-ഓളം വരുന്ന മരപ്പണിക്കാരും അതോടനുബന്ധിച്ചുള്ള വ്യവസായങ്ങളും ഈ നാടിനെ ലോക ഭൂപടത്തിൽ വരച്ചിട്ടു. അത് പോയ പണിയെടുക്കുന്നവരുണ്ട്, കരയിൽ പണിയെടുക്കുന്ന വേറെ ആനുണ്ട്. ഞാൻ സ്വന്തം മരവും അത് കുറ്റ്യാടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വലിയ തെരപ്പാക്കിയിട്ട് കോഴിക്കോട്ടേക്ക് പോകും. അന്ന് അവിടുന്ന് ഇവിടം വരെയും മരത്തെരുപ്പങ്ങൾ കോഴിക്കോട്ടുകാർ കല്ലായിലെ അവോ അബ്ദുല്ലക്കായും നാലകത്ത് ആരിക്കോയ തുടങ്ങിയ കച്ചവട പ്രമാണികാർ ഈ വഴിക്ക് വന്ന് ഇവിടെ ക്യാമ്പടിച്ച് ആ കാണുന്ന ഓഫീസുകൾ വലിയ ആ ബിൽഡിങ്ങുകളിൽ നിന്നില്ല, അവിടെ എല്ലാം പോയി അവിടെ ഒരു ഓഫീസും മരക്കച്ചവടമായി കഴിഞ്ഞുകൂടിയ സ്ഥലം. ഈ പുഴയെ സംബന്ധിച്ചും രണ്ടാമത്തെ കല്ലായി എന്നാണ് പറയുന്നത്. വലിയ അതിശയകരമായ മുള തെരുപ്പങ്ങൾ, ഓടത്തെരുപ്പങ്ങൾ, പുന്ന, പാലി, വീട്ടി തുടങ്ങിയ മരങ്ങളുടെയും അതുപോലെ സ്ലീപ്പറുകൾ, കോൽമരങ്ങൾ ഇതെല്ലാം നിരത്തി പുഴന് ചെറുപ്പക്കാരായ കുട്ടികൾ അത് കടന്ന് തുള്ളി അക്കരെ കടക്കും, ഇക്കരെ കടക്കും. കുറ്റ്യാടിയെ ജീവിപ്പിച്ച ഈ പുഴയോരത്ത് തന്നെ അക്ഷരത്തിനും സംസ്കാരത്തിനും അടിക്കല്ലിടാൻ സലാഹുൽ ഇസ്ലാം സംഘത്തിന്റെ പ്രവർത്തകർ തീരുമാനിച്ചപ്പോൾ പുഴയ്ക്കൽ സാമ്പിക്കടുത്ത് അൽ മദ്രസത്തുൽ ഇസ്ലാമിയ പിറവിയെടുത്തു. ഈ സ്ഥാപനം മതഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് അക്ഷര കേരളത്തിൽ കുറ്റ്യാടിക്ക് മേൽവിലാസം നേടിക്കൊടുത്തു. 1927 കൂടുതൽ വെളിച്ചത്തിലും അതിലേറെ അർത്ഥത്തിലുമായി ഇന്നത്തെ കുറ്റ്യാടി ടൗണിന്റെ വിരിമാറിൽ സ്ഥാപനം പറിച്ചു നടപ്പെട്ടു. മലബാർ കളക്ടറായിരുന്ന HR പെയ്റ്റ് എന്ന ബ്രിട്ടീഷ് സായിപ്പാണ് ഈ വിദ്യാകേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം കനകത്താക്കോൽ കൊണ്ട് നിർവഹിച്ചത്. ഹാജി M അബ്ദുള്ളക്കുട്ടി മൗലവിയും P കുഞ്ഞിക്കണ്ണക്കുറുപ്പും പ്രധാന അധ്യാപകരായി ഇതിനെ നയിച്ചപ്പോൾ സാംസ്കാരിക കേരളത്തിന് വിലമതിക്കാനാവാത്ത മുത്തൊരുക്കുന്ന ചിപ്പിയായി